ഒരു അട്രാക്ഷൻ കൂടുതൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്പോർട്ട് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിലാണ് മനസ്സിലാവുക. കണ്ടോ, ആ ഒരു RPM ഗേജിൽ ഉള്ളിലൊരു ഡിജിറ്റൽ മീറ്റർ സ്പേസ്. അപ്പോൾ ഇതാണ് LED ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. അത് 2 ചാമ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റർലി ഡിഫറെൻറ്റ് ഏറ്റവും പുതിയൊരു മോഡൽ ഫേസ് ആണ് നമ്മൾ ഇന്ത്യക്കാരെ പെട്രോളിന് റിഫൈൻമെൻറ്റ്സ് അറിയിച്ചൊരു മോഡലും ഉണ്ടായിരുന്നു ഒരു കാലം മുന്നേ. അതായത് ഹോണ്ടയുടെ IVTEC. ഇതിൽ നമ്മൾ കൊണ്ടുപോയി ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡൽ അമേസ്, ഏറ്റവും പുതിയ ജനറേഷൻ അമേസ് നമ്മൾ കൊണ്ടുപോകും. നമുക്ക് അടുത്ത് പരിചയപ്പെടാം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് ഏറ്റവും പുതിയ അമേസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. പുതിയൊരു ഗ്രിൽ യൂണിറ്റ് അതിൽ വന്നുള്ളത്. ഒരു പഴയ നമ്മളും കൂടെ കാണാനായിട്ട് സാധിക്കും. എൻ്റർലി ഡിഫറെൻറ്റ് ഏറ്റവും പുതിയൊരു മോഡൽ ഫേസ് ആണ് നമ്മൾ മുന്നിൽ കളിക്കുന്നത്. ഹോണ്ടയുടെ വലിയൊരു ലോഗോ എടുത്തിട്ടുണ്ട്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ഒരു ലോഗോ വന്നത്. താഴെ ഒരു ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ ചെക്ക്ഡ് ഫ്ലാഗ് പേട്ടൺ ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു ഗ്രില്ലിൻ്റെ നെയിമാണ്. ഒരു ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലായി ഗ്രിൽ യൂണിറ്റ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ സിറ്റിയിൽ കണ്ട ഒരു എലമെൻ്റാണ് ഈ ഒരു എലമെൻറ്റ്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നേരെ ഹെഡ് ലാമ്പ് കീറുന്നൊക്കെ രീതിയിലാണ് ആ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു അട്രാക്ഷൻ്റെ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴെ പ്രൊജക്ടൽ LED ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. അത് 2 ചാമ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു ഫോഗ് ലാമ്പും പ്രൊജക്ടൽ LED ഫോഗ് ലാംപ്സ് ആണ് അതിലും വന്നിട്ടുള്ളത്. അത് നല്ല അട്രാക്ഷൻ്റെ രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് ഹൗസിങ്ങും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്ത് നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. അത് മാത്രമല്ല, ADAS ഫീച്ചേഴ്സ് വന്നത് അതിൻ്റെ റഡാർ സിസ്റ്റം അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഓർഡിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് ബോണ്ടിൽ കറക്റ്റ് ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല അട്രാക്ഷൻ്റെ രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. അതുമാത്രമല്ല, ഈ ഒരു പെയിൻറ്റ് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പെയിൻറ്റ്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു അട്രാക്ഷൻ ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായ കാരണം അതിൻ്റെ ബാഡ്ജിങ് കാരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട ഡ്രൈവ് എക്സ്പീരിയൻസിലൊരു ബാഡ്ജിങ്ങാണ് വന്നിട്ടുള്ളത്. അതുപോലെ അമേസണിൽ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പേര് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റുകളുടെ കാരണം ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു പേരിൽ തന്നെ. നമ്മൾ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതും 15 ഇഞ്ചാണ് അലോയ് സൈസ് വന്നിട്ടുള്ളത്. 4 സ്പോക്കാണ്. അതിലും ഹോണ്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണ കാരണം നല്ല സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അലോയ് കാണുമ്പോൾ തന്നെ. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു താഴെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ക്യാമറ യൂണിറ്റാണ് ഇതിന് താഴെ വന്നിട്ടുള്ളത്. ബോഡി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതും ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ബോഡി ഹാൻഡിൽ വന്നിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ അതുപോലെ തന്നെ ബാക്കിലും ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും 15 ഇഞ്ച് വീലാണ്. ഡയമണ്ട് കട്ട് അലോയ് ഡുവൽ ടോൺ കളറിൽ 4 സ്പോക്കാണ് വന്നിട്ടുണ്ട്. യെസ്, നമ്മൾ നേരെ ബാക്കിലോട്ട് വരുമ്പോൾ അപ്പോൾ ഇതാണ് ഓൾറെഡി ബാക്ക് പ്രൊഫൈൽ വന്നത്. ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആണ് നിൽക്കുന്നത് ആ ഒരു ടൈൽ ലാംപ്സ് ആണ്. സ്പ്ലിറ്റഡ് ടൈൽ ലാംപ്സ് ആണ്. സ്മോക്ക്ഡ് ഒരു അട്രാക്ഷൻ കൂടുതൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്പോർട്ടി ഫീലുള്ള കാരണം അമേസിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ IVTEC എന്നുള്ള പ്രശസ്തമായൊരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. ഹോണ്ടയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ്. അപ്പോൾ ഇതാണ് ഓൾറെഡി ഒരു ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീലൊക്കെ താഴെ, സ്പെയർ വീൽ ടൂൾ കിറ്റൊക്കെ താഴെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട്സ് കപ്പാസിറ്റിയാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബാഗും കാര്യങ്ങളും ഫില്ലാൻ സാധിക്കും. ഡിഫോക്കെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവർ അദ്ദേഹത്തിനൊരു ബ്ലാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മളടുത്ത് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഡുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് എന്നുള്ളത്. ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കാണാൻ സാധിക്കും. ഒരു ബീച്ച് കളറും കാണാനായിട്ട് സാധിക്കും. പറിവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഡോർ ഹാൻഡിലും അൺലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സാണ് ഈ വന്നിട്ടുള്ളത്. ഒരു കോഫി ബ്രൗൺ മെറ്റീരിയലാണ് ഒരു സീറ്റ്സ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എലമെൻറ്റ് നമുക്ക് എടുത്തു വരാൻ സാധിക്കും. നല്ല കംഫർട്ടുള്ള സീറ്റ്സും കൂടിയാണ് ഈ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ്. കണ്ടോ, ഒരു RPM ഗേജും അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കാണുമ്പോൾ തന്നെ ഒരു എന്തൂസിയാസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കണ്ടോ, അത് മാത്രമല്ല ഈ ഒരു സ്പീഡോമീറ്റർ മാത്രമാണ് അൺലോക്ക് കൊടുത്തുള്ളത്. ഇത് ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് രണ്ടും അൺലോക്ക് മീറ്റേഴ്സായി തോന്നും. പക്ഷേ അത് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിലാണ് മനസ്സിലാവുക. കണ്ടോ, ആ ഒരു RPM ഗേജിൽ ഉള്ളിലൊരു ഡിജിറ്റൽ മീറ്റർ ഘടിപ്പിച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് അതിന് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ
അറിയാൻ സാധിക്കും. റേഞ്ച്, അതിൻ്റെ ഫ്യൂൽ, സ്പീഡ്, ടൈം, ജി മീറ്റർ, സീറ്റ് ബെൽറ്റ്സ്, സേഫ്റ്റി സപ്പോർട്ട്, സെറ്റിങ്സ്, കസ്റ്റമൈസ്ഡ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാനായിട്ട് സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മീഡിയ കൺട്രോൾസും ക്ലസ്റ്റർ കൺട്രോൾ കാണുന്നത്. പിന്നെ ഇവിടെ കൂടെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ വൈപ്പർ കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ആ റെഡ് എലമെൻറ്റ് കൊടുത്താൽ നല്ലൊരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അതുകൊണ്ട് ട്രാഷിംഗ് കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എല്ലാം അഡ്ജസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫോടൈം സിസ്റ്റം വന്നുള്ളത്. വയർലെസ് കണക്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്പിൾ ഗ്രാപ്പിളാണ് ഇതിൽ വന്നിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ക്വാളിറ്റിയിലൊരു മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ധാരാളം ഇൻഫർമേഷൻ അറിയാണ്ട് സാധിക്കും. കണ്ടോ, ആൻഡ്രോയിഡ് ആപ്പ് നമുക്ക് നാവിഗേഷനൊക്കെ ഓണാക്കി ഇടാൻ പറ്റും. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ല് കണ്ട ഒരു എലമെൻറ്റ്സ് നമുക്കൊരു ഈ ഒരു ഡാഷ് ബോർഡിലും കാണാനായിട്ട് സാധിക്കും. AC കൺട്രോൾസ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിൽ വന്നത്. പിന്നെ വയർലെസ് ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2 USB പോർട്ടും ഒരു 2 വയർലെസ് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ക്യൂട്ടായിട്ട് തോന്നിയത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബാണ്. അത് നല്ലൊരു ക്യൂട്ട് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ചെറിയൊരു ഗിയർ നോബാണ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റിൽ കിട്ടും, അത് സെക്കൻഡിൽ കിട്ടും. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അതുപോലെ ഇതാണ് കീ വന്നിട്ടുള്ളത്. കീയും അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. കീയാണ് കൊടുത്തിട്ടുള്ളത്. ലോക്ക് പിന്നെ ഹോൾഡ് ചെയ്തിട്ട് ബൂട്ട് സ്പേസ് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺ റൈസ് നോക്കുകയാണെങ്കിൽ വാൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻട്രൽ റീഡിങ് ലാമ്പ്, മേലെ ഡിം ചെയ്യുന്ന റിയോ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ എത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടി പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടിയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കളർ തീം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലൊരു ബ്ലൂവും ഇൻറ്റീരിയർ കോഫി ബ്രൗണും അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇതിൻ്റെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഫുള്ളൊരു മാറ്റ് ബ്ലാക്കിന് ഡോർ പാഡ് വന്നാൽ പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വാട്ടിൻ്റെ ചാർജിങ് സോക്കിന് കാണാൻ സാധിക്കും. പിന്നെ കോഫി മെറ്റീരിയലാണ് സീറ്റും വന്നിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. സീറ്റ് കവർ ഇട്ട കാരണം നമുക്ക് മനസ്സിലാവേണ്ടി വന്നു. ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എൻജിൻ സ്പെക്ക് കൊണ്ടുണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 90 bhp പവറും 110 Nm ടോർക്ക് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫിക്സ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. 4 സിലിണ്ടർ എൻജിനാണ് ഈ വാഹനത്തിന് കരുത്ത് നിൽക്കുന്നത്.